ഇന്ന് നമുക്ക് ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെ തിരിച്ച് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നോക്കാം. എടുത്തിട്ടുണ്ട് 77 എന്ന് പറയുന്ന ഡെസിമൽ നമ്പർ. ഈ ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെ നമുക്ക് അതിന്റെ ഒക്ടലാക്കി മാറ്റുന്നു എന്ന് നോക്കാം. അപ്പം ഇതിനു മുമ്പായിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഡെസിമൽ നമ്പറിനെ തന്നെ നമുക്ക് എങ്ങനെ ബൈനറി ആക്കി മാറ്റാം എന്നും തിരിച്ചുള്ള കൺവേർഷൻസും അങ്ങനെ ഒത്തിരി കൺവേർഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടേക്കാം. നമുക്ക് യൂസ്ഫുൾ ആവുമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പം ഇവിടെ ഡെസിമലിൽ നിന്ന് ഒക്ടലിനെ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെസിമൽ നമ്പറാ തന്നിരിക്കുന്നതെങ്കിൽ ഈ ഡെസിമൽ നമ്പറിനെ ഏത് ഫോമാറ്റിലേക്ക് ആക്കിയാലും, ഇപ്പൊ ഞാൻ ബൈനറിയിലേക്ക് ആക്കുന്നതെന്ന് വെച്ചോ, ബൈനറിയുടെ ബേസ് 2 ആണല്ലോ. അപ്പൊ ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് ആക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യാം. 77 എന്ന് പറയുന്നതിനെ ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അതല്ല എനിക്ക് ഈ ഡെസിമൽ നമ്പറിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചോ, അപ്പൊ എന്ത് ചെയ്യാം, ഇതേ നമ്പറിനെ തന്നെ ഒക്ടലിന്റെ ബേസ് എന്താണോ അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി അതുമല്ല എനിക്ക് ഈ നമ്പറിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ, ഹെക്സാഡെസിമലിന്റെ ബേസ് 16 ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇതേ നമ്പറിനെ 16 വെച്ച് ഡിവൈഡ് ചെയ്തോളുക. അപ്പം ഡെസിമലിൽ നിന്ന് ഏതൊരു ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും മെമ്മറിയിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ പറ്റും, നമുക്ക് ഒക്ടലിലേക്കാണല്ലോ മാറ്റണ്ടേ. ഒക്ടലിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. 77നെ 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും, 9 72, 72ന്റെ ബാക്കി എന്ത് വരും, 5 വരും. പിന്നെ എനിക്ക് 8 യൂസ് ചെയ്യാം, 8 ബാക്കി എന്ത് വരും, 1 വരും. ഇനി നമ്മൾ ഈ ഒരു ഡയറക്ഷനിലാണ് ഫൈനൽ ആൻസറിന് എടുത്തെഴുതുക. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 115. അപ്പോൾ ഒരു ഡെസിമൽ നമ്പറിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേറൊന്നും ചെയ്യേണ്ട. നമ്മൾ ഒക്ടലിന്റെ ബേസ് 8 ആണെന്ന് നമുക്കറിയാം. തന്നിരിക്കുന്ന ആ ഡെസിമൽ നമ്പറിനെ ആ 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ഡെസിമലിൽ നിന്ന് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിലും ഇതേ ഒരു ടെക്നിക്ക് യൂസ് ചെയ്താൽ മതി. ഡെസിമലിൽ നിന്ന് ബൈനറി ആണെങ്കിൽ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക, ഒക്ടൽ ആണെങ്കിൽ 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക, ഹെക്സാഡെസിമൽ ആണെങ്കിൽ 16 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതായിരിക്കും ഇതിന്റെ ഫൈനൽ ആൻസർ. ഈ ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെ ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഇതെന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് ഡെസിമൽ നമ്പർ അല്ല, പോയിന്റ് ഇട്ടുള്ള നമ്പറാണ്. ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് 77 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്തു, നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് 115. ഇനി അടുത്ത് 0.65 എന്ന് പറയുന്ന ഈ ഡെസിമലിനെ എങ്ങനെ ഒക്ടലാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന ഈ 0.65 എന്ന് പറയുന്ന ഈ നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ ബേസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 8. 65 into 8 നമുക്കിത് 5.20 എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ആൻസർ കിട്ടി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഒരു പെർഫെക്റ്റ് നമ്പർ എത്തുന്നത് വരെ കണ്ടിന്യൂ ചെയ്തു പോകും. അതായത് ഇവിടെ നിന്ന് നമ്മൾ ഈ 5നെ എടുത്തു, ഇനി പോയിന്റിന് ശേഷമുള്ള നമ്പറാണ് 0.20. ആ 0.20നെ പിന്നെയും 8 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് 1.60 എന്ന് കിട്ടും. അവിടെ നിന്ന് നമ്മൾ 1 എന്ന് പറയുന്ന ഈ നമ്പറിനെ നമുക്ക് ആൻസർ ആയിട്ട് എടുത്തു. നെക്സ്റ്റ് ഇനി പോയിന്റിന് ശേഷമുള്ള നമ്പറിനെ പിന്നെയും മൾട്ടിപ്ലൈ ചെയ്യുക. 0.60 into 8 4.80 എന്ന് കിട്ടും. അവിടെ നമ്മൾ 4നെ ആൻസർ ആയിട്ട് എടുത്തു, ബാക്കി അതിന്റെ ഡിജിറ്റിനെ പോയിന്റ് കഴിഞ്ഞുള്ള നമ്പറിനെ പിന്നെയും 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 6.40 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇതെന്ന് പറയുന്നത് ആക്ച്വലി
പോയിന്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ്, 3 നമുക്കിവിടെ 4 ഡിജിറ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നമ്പറിലേക്ക് നമ്മുടെ ആൻസർ വരുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. കാരണം ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും. നമുക്ക് അറിഞ്ഞൂടെ എത്ര സ്റ്റെപ്പ് വരെ ചെയ്താൽ ഫൈനൽ ആയിട്ടുള്ള ആൻസറിനെ കിട്ടുന്നു. അപ്പൊ ഇവിടുന്ന് ആൻസർ എഴുതുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. അതായത് 5146, 0.5146. ഇതാണ് ഇതിന്റെ ഒക്ടൽ നമ്പർ. അപ്പോൾ ഫൈനൽ ആയിട്ടുള്ള ആൻസറിനെ എങ്ങനെ എഴുതാം? 77.65 എന്നുള്ള ഈ ഡെസിമലിനെ ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 115.5146 ഇത് ആക്ച്വലി കണ്ടിന്യൂ ചെയ്ത് പോകും. ഈ ഒരു നമ്പറാണ് നമുക്ക് ലഭിച്ചത്. അപ്പം ഇതാണ് അതിന്റെ ഫൈനൽ ആൻസർ.